തലസ്ഥാനത്ത് അനധികൃത സ്പാ പൂട്ടിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ. നടപടി മേയർക്ക് യുവതി നൽകിയ പരാതിയിൽ. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾ സംസ്ഥാനം വിട്ടെന്ന സൂചന. ഒളിവിലുള്ള 4 പേർക്കായി തെരച്ചിൽ. കൂടെ ജോലി ചെയ്ത ആൺ സുഹൃത്തിന്റെ പങ്കും പരിശോധിക്കുന്നു. പോലീസ് ഗുണ്ടാ ബന്ധത്തിൽ വിജിലൻസ് അന്വേഷണം. സൂരജ് ലാമയുടേത് സർക്കാർ സംവിധാനം നടത്തിയ കൊലപാതകമെന്ന് കുടുംബം. കൃത്യമായ സഹായം നൽകിയിരുന്നെങ്കിൽ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. എറണാകുളം മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ പോലീസിൽ പരാതി നൽകും. മൃതദേഹം കളമശ്ശേരി പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ആന്റണിയെയും ചോദ്യം ചെയ്യാൻ SIT. നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ ആരോപണത്തിൽ EDയും ചോദ്യം ചെയ്യും. ഒരു തവണയെ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ളൂ എന്ന കടകംപള്ളിയുടെ വാദം പൊളിച്ച് കൂടുതൽ ചിത്രങ്ങൾ പുറത്ത്. ചോദ്യം ചെയ്യലിൽ നിന്ന് ഒളിച്ചോടില്ലെന്ന അടൂർ പ്രകാശ്. ശബരിമലയിൽ കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടെന്ന് BSSCയുടെ അന്തിമ ഫോറൻസിക് റിപ്പോർട്ട്. EKയ്ക്ക് പിന്നാലെ AP സമസ്തയും മലപ്പുറം ജില്ലാ പുനഃക്രമീകരണം ആവശ്യപ്പെട്ട് രംഗത്ത്. ജില്ലാ പുനഃക്രമീകരണം മുഖ്യധാരാ പാർട്ടികൾ അജണ്ടയാക്കണം. ജില്ലാ വിഭജനമല്ല, പുനഃക്രമീകരണമാണ് ആവശ്യപ്പെട്ടതെന്ന് സമസ്തയുടെ വിശദീകരണം. ജമാഅത്തെ ഇസ്ലാമി വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സമസ്ത വേദിയിൽ. വനിതാ മുഖ്യമന്ത്രി എന്ന പ്രചാരണത്തിൽ പ്രസക്തിയില്ലെന്ന് KK ശൈലജ. അഭിപ്രായ വ്യത്യാസമുണ്ടാക്കാൻ ബോധപൂർവം നറേറ്റീവ് ഉണ്ടാക്കുന്നു. ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകില്ല, താൻ മത്സരിക്കുമോ എന്നതും തീരുമാനമായിട്ടില്ലെന്ന് KK ശൈലജ ന്യൂസ് 18നോട്. ചൂരക്കര നൽകിയതിന്റെ പേരിൽ പിണറായി ഊണ് കഴിക്കാതെ പോയെന്ന വാദത്തിൽ ഉറച്ച് C. ദിവാകരൻ. തന്റെ അനുഭവം കൗതുകത്തിന് പറഞ്ഞതെന്നും അതിൽ വിവാദം വേണ്ടെന്നും ദിവാകരൻ. പിണറായി ഭക്ഷണം കഴിച്ചിട്ടാണ് മടങ്ങിയതെന്ന ആനത്തല വട്ടം ആനന്ദന്റെ കുടുംബം. സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളം പൊരുതി തോറ്റു. സർവീസസ് വിജയ ഗോൾ നേടിയത് എക്സ്ട്രാ ടൈമിൽ. തുടർച്ചയായ 8ാം സന്തോഷ് ട്രോഫിയുമായി സർവീസസ്.